ഈ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഫേസ്ബുക്ക് പേജിന്റെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. ഫേസ്ബുക്ക് പേജിന്റെ ഇന്നലെ ചെയ്തത് ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ സാധാ നമ്മുടെ പ്രൊഫൈലിന്റെ പേര് നമ്മൾ ഇന്നലെ മാറ്റിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് പേജിന്റെ പേര് എങ്ങനെ മാറ്റാമെന്ന്. സാധാരണ ഈ ഫേസ്ബുക്ക് പേജുള്ള പല സുഹൃത്തുക്കളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഇതിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ കിട്ടില്ല. ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇതിന്റെ പേര് മാറ്റണം, ഫേസ്ബുക്ക് പേജിന്റെ പേര് മാറ്റണം, അത് തപ്പേ കിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു വഴി ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാണ് മാറ്റുക എന്ന് കാണിച്ചുതരാം, എവിടെ കിടക്കുന്നത് കാണിച്ചുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണ്ട, മറക്കരുതേ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബ്രോ, ഇതെന്റെ സാധാ ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് എന്റെ പേജുകൾ ഞാൻ തുറന്നിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത്. നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ ടാപ്പ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആരോ കാണാൻ സാധിക്കും. അവിടെ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് ഇതെന്റെ ഒരു ഫേസ്ബുക്ക് പേജാണ്. അപ്പം ഈ പേജിന്റെ പേര് ഞാൻ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്ത് താഴോട്ട് പോയി സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ടാപ്പ് ചെയ്ത് സെറ്റിംഗ്സിൽ പോയി ഇവിടെ കണ്ടോ ഈ സ്ഥലം, ഇവിടെ പേജ് എന്നൊരു ഓപ്ഷൻ വരണം. ആ പേജ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ടാപ്പ് ചെയ്താൽ അവിടെ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അവിടെ ടാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പേജിന്റെ പേര് ഇതുപോലെ കാണിക്കും. അവിടെ റൈറ്റിൽ ഈ വ്യൂ ടാപ്പ് ചെയ്ത് ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേജിന്റെ പേരാണ് റഹീം NPR കാണിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ എഡിറ്റ് ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. എന്നിട്ട് റിവ്യൂ ചേഞ്ച് ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഞാനൊരു വഴി കാണിച്ചുതരാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് കറക്റ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ തന്നെ കിട്ടും കേട്ടോ. എനിക്ക് ഫോണിലൂടെ മാറ്റാൻ സാധിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ബ്രോ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. മൊബൈലിലൂടെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജ് പെട്ടെന്ന് പേര് മാറ്റാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്യുക. ലാപ്ടോപ്പ് വഴി കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലൂടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ നോർമൽ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ പ്രൊഫൈലിൽ ടാപ്പ് ചെയ്ത് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടെങ്കിൽ ആ പേജുകളുടെ പേരുകളെല്ലാം ഇതുപോലെ ഇവിടെ കാണിക്കും. അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് പേര് മാറ്റേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പം എൻ്റെ ഈ പേജിൻ്റെ പേര് റഹീം NPR എന്നാണ്. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ആക്കാൻ പോവുകയാണ്, കാണിച്ചു തരാം. ഈ പേജിൻ്റെ പ്രൊഫൈലിൻ്റെ ഡൗൺ ഡ്രോപ്പ് ആരോ ടാപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുണ്ട് താഴെ, അതിൽ ടാപ്പ് എന്നിട്ട് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ അടുത്ത ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിലുണ്ട് പേജ് സെറ്റപ്പ്, അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നടുക്കായിട്ട് പേജ് സെറ്റപ്പ്, നിങ്ങളുടെ പേജിൻ്റെ പേര്, നെയിം, പേരെന്നൊക്കെ ഉണ്ടാവും. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഉണ്ടാവും വ്യൂ. ആ വ്യൂ ടാപ്പ് ഇവിടെ ജനറൽ പേജ് സെറ്റിംഗ്സ് എന്നൊരു സംഭവം വരും. അവിടെ നിങ്ങളുടെ പേജിൻ്റെ പേര് അതിന് നേരെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും റൈറ്റ് സൈഡിൽ. ആ എഡിറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും. കണ്ടില്ലേ? നിങ്ങൾ ചേഞ്ച് ആക്കി 60 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ആക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. 2 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, പേര് മാറ്റുക. കള്ളിക്കകത്ത് ഉണ്ടാവും നിങ്ങളുടെ പേര്, പേജിൻ്റെ പേര്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം ക്യാൻസലാക്കുക, ബാക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പേര് ചേർത്തിട്ട് റിവ്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് താഴെ, അതിൽ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ സാധിക്കും. എൻ്റെ പേര് റഹീം NPR ആയിരുന്നു. അപ്പോൾ NPR റഹീം ആക്കി മാറ്റിയിട്ട് ഞാൻ റിവ്യൂ ചേഞ്ച് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ കാണിക്കും. ഇത് ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം ലാപ്ടോപ്പിൽ നിന്ന് എടുക്കണ്ട, മൊബൈൽ ടു ലാപ്ടോപ്പ് ഒന്ന് ക്ലാരിറ്റി കുറവുണ്ടാവും. അതുപോലെ കാണിക്കും. പഴയ പേര്, കറണ്ട് പേജ് മേലെ കാണിക്കും, ന്യൂ പേജ് നെയിം താഴെ കാണിക്കും. ഇനി നിങ്ങളെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചേർത്തിട്ട് റിക്വസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലാപ്ടോപ്പ് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മൊബൈൽ വഴിയും കിട്ടും. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അത് മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.